ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. നമ്മൾ ഈദിൻ്റെ വിശേഷമാണ് ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാം. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ ഇതിൻ്റെ തലേന്നാണ് കേട്ടോ, നാളത്തേക്കുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ തലേന്ന് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നാളത്തേക്ക് ഗസ്റ്റും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വരുമല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്ര അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം 250 ml ഒരു ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 250 ഗ്രാം 250 തന്നെ അളവിൽ ഇതും എന്താ പറയുക മിൽക്കി മേഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പ് സേമിയ വറുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്തിട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ സേമിയ വീഴുന്ന സമയത്ത് നല്ലോണം കട്ടി കൂടിപ്പോൾ അത് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് എല്ലാം കട്ടകളെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ സേമിയ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും, അധികം കുറുകൊന്നും ചെയ്യണ്ട. അങ്ങനെ വെന്ത് വരുന്ന നല്ലോണം കുക്കാണ്ട, കുറച്ച് കുക്കായാമ്പാട് ഒരു 3/4 ഭാഗമാകുമ്പാട് ഇറക്കി വെക്കുക. എന്നിട്ട് തണിയാനായിട്ട് മാറ്റി വെക്കുക. ആ സമയത്ത് നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 വലിയ ആപ്പിളും അതുപോലെ തന്നെ 2 അനാറും എടുത്തിട്ടുണ്ട്. ഒരു കൈപ്പിടിയിൽ ബദാമും എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച മിൽക്ക് തണിഞ്ഞതിന് ശേഷം അതിലേക്ക് ആപ്പിളും അനാറൊക്കെ ഇട്ട് കൊടുക്കുക. ബദാമെല്ലാം ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ കസ്കസ് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. തണിഞ്ഞതിന് ശേഷം എല്ലാ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ തണിച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു മിൽക്ക് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ ഓവനിലല്ല കേട്ടോ, ഒരു ചെമ്പ് ചൂടാക്കിയിട്ട് അടികട്ടിയുള്ള ചെമ്പ് ചൂടാക്കിയിട്ടാണ് കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എന്താ പറയുക, ചെറിയ പാത്രമായിപ്പോയി, 5 ഇഞ്ചിൻ്റെ ടിന്നായിപ്പോയി. അപ്പോൾ കേക്ക് കുറച്ച് ഇങ്ങനെ മേലയിൽ പൊന്തി വന്നിട്ട് കുറച്ച് കവിഞ്ഞ് മറിയാന്നല്ല മനസ്സിൽ അങ്ങനെ അയച്ചിട്ട് അതൊന്നും പ്രശ്നമില്ല. നമ്മളത് കട്ട് ചെയ്തിട്ടാണ് എടുത്തത്. നമുക്കത് ഫുള്ളായിട്ട് വേണ്ട, മേൽഭാഗം അടിഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് അതുപോലെ ഒരു പുഡിങ് ടൈൽ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ഉണ്ടാക്കാൻ മിൽക്ക് കേക്കാണല്ലോ. 2 കപ്പ് മിൽക്കും അതുപോലെ തന്നെ ഒരു ഫ്രഷ് ക്രീമുണ്ട്. ഒരു ഡബ്ബ 250 ഒരു ഡബ്ബയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 250 മിൽക്കി മേഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമ്മൾ പുഡിങ് ട്രൈയിലേക്ക് കേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ കേക്കിൽ നല്ലോണം ഒഴിച്ച് കൊടുക്കുക. അതായത് നമ്മൾ ഷുഗർ സിറപ്പെല്ലാം ചേർത്ത് കൊടുക്കുന്നില്ല, അതിന് പകരം ഈ മിൽക്ക് നല്ലോണം ഒഴിച്ച് ആ കേക്കിനൊന്ന് കുളിപ്പിച്ചെടുക്കുക. നല്ലോണം കുതിർത്തെടുക്കണം. നല്ലോണം ഷുഗർ സിറപ്പിനെക്കാട്ടി കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ക്രീം വെയിറ്റ് ചെയ്തിട്ട് ക്രീം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല കട്ടി തന്നെ ക്രീം ഇട്ടെടുക്കുക. അതിൻ്റെ മുകളിൽ ശരിക്കും എന്താ പറയുക ബെറി ഐറ്റംസാണ് വെക്കേണ്ടത്. ഇങ്ങനെ സ്ട്രോബെറി ബ്ലൂബെറിയാണ് വെക്കേണ്ടത്. ഞാനിപ്പോൾ കുറച്ച് നിറച്ച് പിറ്റാസോ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ ടൈം 1:30 മണിയായിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ മെഹന്തി ഇടലാണ്. ഏറ്റവും പെരുന്നാളിൻ്റെ പൊലിവ് എന്ന് പറഞ്ഞാൽ നമ്മളെ പെണ്ണുങ്ങന്മാരായാലും പെൺകുട്ടികളായാലും മൈലാഞ്ചി ഇടലാണ്. പിന്നെ ഇതിൻ്റെ പൊലിവ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചെറുപ്പത്തിൽ തക്ബീർ അടിച്ചാൽ നമ്മളെ മനസ്സിൽ ആദ്യം വരുന്നത് മെഹന്തി ഇടാന്നല്ലേ. അതുപോലെ നമ്മൾ മെഹന്തി എല്ലാം ഇട്ട് ഒരു 2:30 ടൈം അതിനകത്ത് ഉറങ്ങുമ്പോൾ എന്നിട്ട് രാവിലെ എണീച്ച് ബാങ്ക് കൊടുക്കുന്ന ആ ടൈം, നമ്മൾ അത്താഴത്തിന് എണീക്കുന്ന ടൈം തന്നെ നമ്മൾ ഇറക്കി പോകുമല്ലോ. അപ്പോൾ ആ ടൈമിന് എണീച്ച് നമസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. മക്കളാരും എണീച്ചിട്ടില്ല. അപ്പോൾ അവർ എണീക്കുമ്പോഴേക്ക് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യലാണ്. ബീഫ് ഫ്രൈ അല്ല, ബീഫ് വരട്ടിയൊരു പത്തിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ബീഫ് ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോഴേക്ക് പത്തിലുണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ ഒരു 6 മണി ടൈം ആയിട്ടുണ്ടാവും. അപ്പോഴത്തേക്കിന് നമ്മൾ കറിയും പത്തിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ വെച്ചതിന് ശേഷം ഞാൻ രാവിലെ ചായക്കൊക്കെ വേണ്ടിയിട്ട് ബ്രെഡ് വാട്ടിയതും ചായയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതുണ്ടാക്കുമ്പോഴേക്കിന് മക്കളെല്ലാം കുളിച്ച് ഫ്രഷ് ആകുന്നുണ്ട്. അവരെ എന്താ പറയുക പെരുന്നാക്കുപ്പായാലും ഇടുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോഴും നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇന്നൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. പെരുന്നാളല്ലേ, അപ്പം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. മക്കളെ സന്തോഷം കാണുമ്പോൾ മക്കൾക്ക് മക്കളായാലും നമ്മളെ ഈ മക്കളെ പ്രായത്തിൽ അവർക്ക് ഡ്രസ്സ് ഇടുക, ഫോട്ടോ എടുക്കുക, ഫാമിലിയിൽ പോവുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഔട്ടിങ്ങിന് പോവുക, അതൊക്കെയാണ് അവരുടെ മനസ്സിൽ പെരുന്നാളിന് വരുന്ന ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ തന്നെ നമ്മൾ അതിന് പരമാവധി അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെല്ലാം ചെയ്തു കൊടുക്കണം.
നമ്മളവരെ എവിടെ പോകാൻ വിടാണ്ടല്ല, അവരെ കൂട്ടിയിട്ട് എവിടെ പോകാണ്ടെന്ന് നിൽക്കരുത്. അതാണ് നമ്മൾ ചെറുപ്പത്തിൽ എന്താണ് ആഗ്രഹിച്ചത് അതുപോലെ തന്നെയല്ല അവരിപ്പോൾ അവരുടെ സാഹചര്യത്തിൽ ആഗ്രഹിക്കുക. അപ്പോൾ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുക. ഞാൻ ബ്രെഡ് വാട്ടിയെല്ലാം ചെയ്തിട്ട് നമ്മൾ ചായ കുടിക്കലാണ് കേട്ടോ. പിന്നെ സാധാരണ പെരുന്നാളെന്ന് പറയുമ്പോൾ ഒരുപാട് സ്നാക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടപ്പൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഇപ്പോൾ ഇത് നമ്മൾ റംസാനിന് എല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ ആകെ ടയേർഡാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞ് അങ്ങനെ മോന് പള്ളിക്ക് പോകുന്നുണ്ട് കേട്ടോ. അവൻ പള്ളിക്ക് പോകുമ്പോൾ നമ്മളെ ഫിത്തർ സക്കാത്തിൻ്റെ അരിയില്ല, അത് ആ വണ്ടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, കൊടുക്കാനുള്ള എല്ലാം. അങ്ങനെ അവൻ വരുമ്പോഴേക്കിന് നമ്മളെ എന്താ പറയുക കുളിയും നിസ്കാരമെല്ലാം കഴിയണം. അതിന് മുമ്പ് ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്താക്കി ആ ബീഫ് ഫ്രൈ ഒന്ന് നല്ലോണം ഇതുപോലെയുള്ള ഒരു ഇരുമ്പ് തട്ടിലേക്ക് കുക്കറിൻ്റെ അകത്തുനിന്ന് കറി മാറ്റി നല്ലോണം വറ്റിച്ചെടുത്ത് എണ്ണയും കുരുമുളകെല്ലാം ഇട്ടിട്ട് നല്ലോണം വരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ കുരുമുളകെല്ലാം ഇട്ട് വരട്ടിയെടുത്ത് എല്ലാം വരട്ടി വന്നതിന് ശേഷം നല്ലോണം ഉള്ളി കട്ട് ചെയ്തിട്ടെടുത്ത് കറിവേപ്പില മല്ലിയിലെല്ലാം ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം പോയി കുളിച്ച് വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റലാണ് കേട്ടോ. പെരുന്നാളിന് നമ്മൾ ഡ്രസ്സ് ഇടുന്ന പോലെ തന്നെ എനിക്കൊരു ശീലമുണ്ട് കേട്ടോ. ബെഡിനൊക്കെ പുതിയ ബെഡ്ഷീറ്റ് പിരിച്ച് വെക്കും, എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവും. അത് എല്ലാ പെരുന്നാൾക്കും അങ്ങനെ ചെയ്യും കേട്ടോ. നമ്മൾ ഡ്രസ്സ് ഇടുന്ന പോലെ തന്നെ ബെഡ്ഷീറ്റും വാങ്ങും. എന്നിട്ട് അത് ഇതുപോലെ നമ്മൾ രാവിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്താൽ ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ അപ്പാട് ബെഡ്ഷീറ്റൊക്കെ മാറ്റി എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കും കേട്ടോ. എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ എല്ലാവരും പെരുന്നാൾ നിസ്കരിക്കലാണ് കേട്ടോ. അമ്മ പള്ളിയിൽ പോയിട്ടുണ്ട്, ഞാനും മക്കളും ഉമ്മെല്ലാം കൂടി പെരുന്നാൾ നിസ്കരിക്കലാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ നിസ്കാരമെല്ലാം കഴിയുമ്പോഴേക്ക് മോൻ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നെയ്പ്പത്തിലും പിന്നെ ബീഫ് വരട്ടിയതും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കലാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ഉച്ചക്കേക്ക് നമുക്ക് പോകാനുണ്ട്. പക്ഷെങ്കിൽ മോൻ്റെ ഓഫീസിലുള്ള കുറച്ച് ആൾക്ക് ചോറ് വേണം, അവർക്ക് ചോറ് കൊണ്ടുപോകണം. അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഒരുപാട് തവണ ഞാൻ കാണിച്ചുകൊണ്ട് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ അവർ ബീഫൊന്നും കഴിക്കൂല, ബീഫും മട്ടനൊന്നും കഴിക്കൂല. അതുകൊണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിന്. അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതൊക്കെ ഒരുപാട് പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചുകൊണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇത് ദമ്മേന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ നമ്മളെ ഇതിൻ്റെ ഫുൾ എന്താ പറയുക രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ ആ ടൈമുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കാണിച്ചതേ ഉള്ളൂ. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോയിൽ ഇങ്ങനെ ക്യാമറയെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ആളെ മുമ്പിൽ പോകാനൊക്കെ ഒരു നാണം പോലെ ഉള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ വരുന്നതും അതുപോലെ വീട്ടിൽ വരുന്ന ഫാമിലിനായാലും അതുപോലെ തന്നെ ഞാൻ അവരെ വീട്ടിലേക്ക് പോകുന്നതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. എനിക്ക് എന്തോ ഒരു നാണം പോലെ കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താന്ന്. അപ്പോൾ പിന്നെ കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. രാവിലെ ഇട്ടതും പെരുന്നാൾ ഡ്രസ്സ് തന്നെ. അപ്പോൾ അത് വീട്ടിൽ നിന്ന് ഡെയിലി യൂസിങ്ങിന് ഇടുന്ന ഒരു കോട്ടൺ സെറ്റാണ്. അപ്പോൾ പോകാനായപ്പോൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട്. അപ്പോൾ അത് അപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ പെരുന്നാളാകുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ വീട്ടിൽ വരുമല്ലോ. അപ്പോൾ അവർക്കുള്ള ജ്യൂസായാലും എന്താ പറയുക ഡ്രിങ്കായാലും ആ കേക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അവരെ കൂടെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല, ഫാമിലിയിൽ നിന്നാണ് കഴിച്ചത്. അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാൻ നിന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു 11:30 ആ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫാമിലിയിൽ പോയി കൂടാണ്ട് MRAയിൽ കോഫി കുടിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഒരു 11:30 ആ ടൈം ആയിരുന്നു. 11:15 ആ ടൈം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല ടയർഡാണ് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് രാത്രി ആയില്ലേ. അപ്പോൾ നല്ല ടയർഡാണ്. മോളെല്ലാം നല്ല ഉറക്കേനു. അങ്ങനെ വീട്ടിലെത്തി നമ്മളെല്ലാം കുളിച്ച് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കലാണ് കേട്ടോ. ഒരുപാട് ലേറ്റായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.